ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ കൊണ്ട് തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ കാണുമല്ലോ അലോവേര. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ടും കിട്ടും. വളരെ നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു സസ്യമാണ് നമ്മളുടെ അലോവേര എന്ന് പറയുന്നത്. ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളുടെ മുടിക്കും ഹെയറിനും ഒക്കെ വളരെയധികം നല്ലതാണ്. ഇതെങ്ങനെ നമുക്ക് വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളുമുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ടിപ്സുകൾ എന്തെല്ലാമാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് അലോവേരയുടെ രണ്ട് ഭാഗത്തുള്ള മുള്ളുകളൊന്ന് ചെത്തി മാറ്റാം കേട്ടോ. അപ്പം ഞാൻ എന്താ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചെത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കറയും നല്ല രീതിയിൽ കളഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് കാര്യത്തിനാണെങ്കിലും അലോവേര ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ റാഷസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കി കൊടുക്കാവേ. അപ്പോൾ അലോവേര വളരെയധികം നല്ലതാണ്. ഇതിൻ്റെ ആ ഒരു സോപ്പൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഹെയറിനും വളരെയധികം നല്ലതാണ് കേട്ടോ, ഓയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ, നല്ല യൂസ്ഫുൾ ആകും. അപ്പോൾ അതാ അലോവേര ഞാനിവിടെ കഷ്ണങ്ങളാക്കി നുറുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളുടെ വെള്ളം ഞാനിവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിനകത്തേക്ക്. നമുക്കിനി അലോവേര കഷ്ണങ്ങളൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ കറ നിശേഷം മാറാനായിട്ടാണ് കേട്ടോ. നമ്മൾ എന്താണെങ്കിലും നമ്മുടെ സ്കിന്നിലൊക്കെ റാഷസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഞാനൊരു 10 മിനിറ്റത്തേന് അടച്ചു വയ്ക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതാ നമ്മളുടെ അലോവേര ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അങ്ങനെ 2 വെള്ളത്തിലെങ്കിലും ഒന്ന് കഴുകി വാരിയതിന് ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. എല്ലാവരുടെയും സ്കിന്ന് അറിയാലോ, പല രീതിയിലായിരിക്കും. അപ്പം സെൻസിറ്റീവ് ഉള്ള സ്കിന്നുകളൊക്കെ ആണെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് നമ്മളുടെ കൈകളുടെ തണ്ടയിലോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ നമുക്ക് ഫേസിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ കൈകാലുകളിലാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ടെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം ചെയ്യാൻ പാടുള്ളൂ. സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് മാത്രമേ ഉള്ളൂ. സാധാരണപ്പെട്ട ഒരുമാതിരി ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും കുഴപ്പമൊന്നും വരുത്തുന്നില്ല നമ്മളുടെ അലോവേര. ഇനി നമുക്കതിൻ്റെ സ്കിന്ന് ഇതുപോലെ ഒന്ന് മാറ്റിയതിന് ശേഷം അതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് എടുക്കാം കേട്ടോ. അതിൻ്റെ ജെല്ല് മാത്രമാക്കി എടുക്കാം. എല്ലാവരുടെയും വീടുകളിൽ നട്ടു വളർത്താൻ വളരെയധികം എളുപ്പമുള്ളൊരു സസ്യമാണ് നമ്മളുടെ അലോവേര എന്ന് പറയുന്നത്. ഔഷധ ഗുണങ്ങളുടെ കാര്യത്തിൽ വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന ഒരു സസ്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വളർത്തി നമ്മുടെ വീടുകളിലൊക്കെ വെക്കുക. നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും ഒക്കെ നല്ലതാണല്ലോ. പിന്നെ ഇത് വളരാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് പറയാം കേട്ടോ. അത് കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്. അലോവേര നല്ല രീതിയിൽ തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മുട്ടയുടെ തോടുണ്ടല്ലോ, ആ മുട്ടയുടെ തോട് നമുക്ക് ചെറുതായിട്ട് പൊടിച്ചതിന് ശേഷം അലോവേരയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം. അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ചായയുടെ മട്ട്. അതായത് ചായക്കൊത്തുണ്ടല്ലോ, ചായ നമ്മൾ അരിച്ചതിന് ശേഷം കിട്ടുന്ന ആ ഒരു ചായയുടെ ആ ഒരു പൊടി, അതും നമുക്ക് വളരെയധികം നല്ലതാണ് നമ്മളുടെ അലോവേര നല്ല രീതിയിൽ വളർന്നു വരാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടുന്നിടത്ത് വേണം വെക്കാനായിട്ട്. വെള്ളവും ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ അരിയുന്ന പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിലും അതും അലോവേര നല്ല രീതിയിൽ വളർത്തി വലുതാക്കും. ഇനി നമുക്ക് നമ്മളുടെ ജെല്ലെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഈ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ മിക്സിയിൽ തുള്ളി പോലും വെള്ളം പാടില്ല. നമ്മൾ ഇനി എടുക്കുന്ന എല്ലാ പാത്രങ്ങളും നല്ല ഉണങ്ങിയ പാത്രങ്ങളായിരിക്കണം കേട്ടോ. അപ്പം ഞാൻ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതാ കണ്ടോ, നല്ല രീതിയിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം വേണം കേട്ടോ സ്റ്റോർ ചെയ്യാനായിട്ട്. നമ്മൾ അപ്പം തന്നെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അരിച്ചതിന് ശേഷം വെക്കുമായിരിക്കും കുറച്ചും കൂടി നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അരിപ്പയിലൂടെ അരിഞ്ഞ് വരാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മളുടെ പാത്രത്തിൻ്റെ ആ സൈഡിലേക്ക് അരിപ്പ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുവാണെങ്കിൽ വേഗം തന്നെ പാത്രത്തിലേക്ക് നമ്മളുടെ അലോവേര ജെല്ല് കിട്ടും. ഇനി നമുക്കിത് സ്റ്റോർ ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ വിറ്റാമിൻ ഇയുടെ ടാബ്ലറ്റാണ്. കണ്ടോ, ഇതുപോലെ ഇവിയോൺ എന്നാണ് കേട്ടോ. എല്ലാ നമ്മളുടെ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള 2 രീതിയിൽ സ്റ്റോർ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ അലോവേര ജെല്ല് 2 പാത്രങ്ങളിലായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യത്തെ പാത്രത്തിലേക്ക് നമുക്ക് വിറ്റാമിൻ ഇയുടെ ടാബ്ലറ്റ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടാബ്ലറ്റാണ് ഒഴിച്ചിരിക്കുന്നത്. ഏകദേശം 2-3 ടേബിൾ സ്പൂണിന് ഒരു നമ്മളുടെ ക്യാപ്സ്യൂൾ മതിയാകും കേട്ടോ.
ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ അലോവേരയുടെ ജെല്ല് വേഗത്തിലൊന്നും ചീത്തയാവാതിരിക്കും. പിന്നെ നമുക്ക് വിറ്റാമിൻ ഇയുടെ ആ ഒരു സംരക്ഷണം കുറച്ചും കൂടി കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. നമുക്കിനി അടുത്ത രീതി നോക്കാം. അടുത്ത രീതി എന്ന് പറയുന്നത് കുറച്ച് തേന് നമുക്ക് നമ്മളുടെ അലോവേര ജെല്ലിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേൻ ഒഴിച്ച് സൂക്ഷിച്ചാലും വളരെയധികം നല്ലതാണ്. നല്ല രീതിയിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ 2 പാത്രങ്ങളിലായിട്ടാണ് ഞാനിത് വെക്കുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. 2ഉം ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത് കേട്ടോ. പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നാളൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം 6 മാസത്തോളം നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല ഒരു പ്രശ്നവും പാർശ്വഫലങ്ങളില്ലാത്ത തികച്ചും നാച്ചുറലായിട്ടുള്ള അലോവേരയുടെ ഈ ഒരു ജെല്ല് എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ആവശ്യ സമയങ്ങളിൽ നമുക്കെടുത്ത് യൂസ് ചെയ്യാനും വളരെയധികം സിമ്പിളായിരിക്കും. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി. മറ്റൊരു നല്ല വീഡിയോയുമായി നല്ലൊരു ടിപ്പുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.